മരുന്നുകൾ കൊടുത്ത ശേഷം കുട്ടികളിൽ വിട്ടുമാറാതെ വിരശല്യം വരാറുണ്ട്. എന്തൊക്കെയാണ് കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന അസഹ്യമായുള്ള ചൊറിച്ചിൽ, അതേപോലെ തന്നെ വയറുവേദന, വിശപ്പില്ലായ്മ, ക്ഷീണം, രക്തക്കുറവ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ആദ്യത്തേത്, കുട്ടികളുടെ നഖങ്ങൾ എപ്പോഴും വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും കൈകൾ വാഷ് ചെയ്ത ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുക. അതേപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയ ശേഷം കൈകൾ നല്ല രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളും അതേപോലെ തന്നെ ഇന്നർവെയർസും എല്ലാം നല്ല ചൂടുവെള്ളത്തിലിട്ട് ഇടയ്ക്കിടെ കഴുകി അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വീട്ടിൽ ഒരാൾക്ക് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് സ്പ്രെഡായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ തുറന്നു വെക്കാതിരിക്കുക. കാരണം ഇതിലൊക്കെ ഈച്ച മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്ന് ഇത്തരം വേംസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഇടയ്ക്കിടെ വരുന്ന വര പോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഇതൊരു സൈക്കിൾ പോലെയാണ്. കാരണം ഈ വരകൾ ഒരിക്കൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുട്ടകൾ വിരിയും. പിന്നെയും കുട്ടികൾ ചൊറിയുന്ന സമയങ്ങൾ അവർ നഖങ്ങളിലാവും. പിന്നെയും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മുടെ വായിലൂടെ വയറിലും കുടലിലൊക്കെ എത്തിയിട്ട് വീണ്ടും അടുത്തതുണ്ടാവും. അങ്ങനെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റും. ഹോമിയോപ്പതിയിലും ഇന്ന് വര പോലത്തെ ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ വിട്ടുമാറാതെ വര പോലത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ തുടർച്ചയായിട്ട് 2 മാസം ഇടവിട്ട് മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ കൂടെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കും.